ജീവിതം നയിക്കുന്ന സമയത്ത് അത് ഭക്തിയോടെ നയിപ്പാനായിട്ട് ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വായിക്കാം. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി ഒരു തിരുവചനം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:16. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 16. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. സന്ദർഭം നന്നായി നമുക്കറിയാം. നിർവീതിയുടെ തെരുവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശൗൽ എന്ന ഒരു മനുഷ്യൻ തന്റെ യാത്രയുടെ മധ്യേ ദമസ്കസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം മിന്നുകയും കുതിരപ്പുറത്തു നിന്ന് വീഴുകയും അവിടെ തുടർന്ന് ദൈവശബ്ദം കേൾക്കുകയും ആ മനുഷ്യൻ തന്റെ ജീവിതം വഴിത്തിരിവിലേക്ക് മാറുന്ന ഒരു അനുഭവമായിരുന്നു ആ വഴിയിൽ വെച്ച് സംഭവിച്ചത്. ആ വഴിയിൽ വെച്ച് ആ മനുഷ്യനൊന്ന് മാറി. ആ മനുഷ്യൻ മാറിയത് പിന്നീട് അഗ്നിപാവിനോടൊക്കെ പറയുന്നുണ്ട്, നീയും എന്നെ പോലെ ക്രിസ്ത്യാനിയാകുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിന്നീട് ക്രിസ്ത്യാനിയായി. അത് ഒരു വലിയ ചിന്താവിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായത്? എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് പൗലോസ് ക്രിസ്ത്യാനിയായത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. തന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയതായി, ഒന്നുകൂടെ പറഞ്ഞാൽ ഭൗതിക നേട്ടം ഉണ്ടാക്കിയതായി നമുക്ക് കാണാനേ ഇല്ല. പിന്നീട് നമുക്ക് കാണാനായിട്ട് നമുക്കൊരു പ്രത്യാശയുടെ വക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ ഒന്നും നേടിയില്ല, ഞാൻ നേടുന്നതെല്ലാം അവിടെ വെച്ചാണെന്ന് ഒരു പ്രത്യാശ പറയുന്നുണ്ട്. പക്ഷേ തുടക്കത്തില് നമുക്കറിയാം, ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചാൽ എന്ത് നേട്ടം കണ്ടിട്ടാണ് അവർ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പലരും ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യാനി ആകുന്നത് ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം മാറി, അതിന് പ്രത്യേക പദം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ലെവല് മാറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് മാറി നമ്മൾ ജീവിതം പിന്നീട് വലിയൊരു മാറ്റത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടെത്തും. അത് പ്രതീക്ഷിച്ചാണ് പലരും വരുന്നത്. എന്നാൽ നമ്മൾ കാണുമ്പോൾ പലരും ഉന്നതമായ നിലയിൽ അവർ ജീവിക്കുകയും അവർ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, എന്തുകൊണ്ട് നമുക്കിങ്ങനെ പറ്റുന്നില്ല. എന്നാൽ എനിക്കിവിടെ സന്തോഷം തോന്നിയത്, ശൗല് ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചതിന് മുമ്പ് അവനോട് ദൈവശബ്ദമൊക്കെ കേൾപ്പിച്ചത് തന്നെ ദൂത് പറയുകയാണ്, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒഴിവാക്കിയിരിക്കുന്ന ഒരു പ്രസംഗമാണ് കഷ്ടത എന്ന വിഷയം. ആർക്കും ഇഷ്ടമില്ല, ഞാനും പറയാറില്ല, ഒഴിവാക്കി നിർത്തിയിരിക്കുക, കേൾക്കാൻ ഒരു സുഖവുമില്ല. എന്നാൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവമക്കളെ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആര് ക്രിസ്ത്യാനിയായി വരുന്നുണ്ടെങ്കിലും, ആര് കൃപയിലേക്ക് വരികയാണെങ്കിലും അവരോട് പറയാനുള്ള ഒരു ദൂതുണ്ട്, ഇത് കേട്ടിട്ട് വന്നാൽ മതി. നിങ്ങൾ ചില കഷ്ടം അനുഭവിക്കേണ്ടി വരും, അത് പറഞ്ഞു തരാം. അവ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവമക്കളെ, നമ്മൾ കൃപയെ വന്നെങ്കിൽ, ഈ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ ഈ പോകുന്ന പാതയിൽ നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. അത് ഉറപ്പിക്കുന്ന, അത് സത്യമാണെന്നുള്ള കാര്യം പൗലോസിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന 4 വാക്യങ്ങളും ഞാൻ വേണമെങ്കിൽ വായിക്കാം. 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. കാരണം ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ആര് തീരുമാനിച്ചാലും ഉറപ്പാണ് ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് നാം എന്തെല്ലാം കഷ്ടങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഉറപ്പാണ് കഷ്ടം അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഏതെന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഇന്ന് ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. കഷ്ടതയെക്കുറിച്ചുള്ള ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. എങ്കിലും ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്, എന്തെല്ലാം കഷ്ടങ്ങളാണ് അനുഭവിക്കേണ്ടതെന്നുള്ളത്. അപ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കുമുള്ള കാര്യമാണെന്ന് ഞാനൊന്ന് വ്യക്തമാക്കാം. അതിന് ഒരു 2-3-4 വാക്യങ്ങൾ വേണമെങ്കിൽ വായിക്കാം. 1 തെസ്സലോനിക്കർ 3:3-4 വാക്യങ്ങൾ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞാൻ വായിച്ചത് 1 തെസ്സലോനിക്കർ 3:3-4 വാക്യങ്ങൾ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോൾ ആരെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് വന്നാൽ
അവന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തു. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് തന്നെ അപ്പോയിന്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ കട്ട് അനുഭവിക്കണം, ഇതാണ് നിന്റെ ഡ്യൂട്ടി. ഇതാണ് എഴുതി കൊടുത്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഇത് പലരും വായിച്ചിട്ടില്ലെന്നേ, ജോലിക്കൊക്കെ കയറിയിരിക്കുക, അല്ലെങ്കിൽ ഈ നിയമനത്തിലേക്ക് നമ്മൾ കയറി, പക്ഷെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് നമ്മുടെ ഡ്യൂട്ടി അത് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കഷ്ടാനുഭവം നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. അടുത്ത വാക്യം ഇതാണ്: നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പോൾ അവിടെ വ്യക്തമാക്കുകയാണ്, ഈ കാര്യം പറഞ്ഞിട്ടേ ഓരോ സഭയെയും അപ്പോസ്തലന്മാർ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക സഭയിൽ ചെന്ന് അപ്പോസ്തലന്മാർ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തു പറഞ്ഞു കൊടുത്തു. ഈ മാർഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ വിശദീകരണങ്ങൾ വായിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ദൈവസഭയോട്, ദൈവമക്കളോട് എനിക്ക് ഈ വിശദീകരണം പറയാനായിട്ട് താല്പര്യം വന്നത്, ഒരു ദൈവാത്മാ നിയോഗം കിട്ടിയത്. പലരും ഇത് വായിക്കാത്ത കാരണം നിരാശരാണ്. ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററിലെ തുടക്കഭാഗവും പറയാം, അവസാന ഭാഗവും ഞാൻ പറയും. ഏത് മനസ്സിലാക്കണം? നിർബന്ധമായും ദൈവമക്കൾ എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യ അവസാനം കേട്ടിരിക്കാനായിട്ട്, ശ്രദ്ധയോടെ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടെ പറയുകയാണ്, മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഒന്ന്, നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും കേട്ടിട്ടില്ല എന്ന് മാത്രം. നിന്നെ വിളിച്ച ഉടനെ തന്നെ ഇത് പറഞ്ഞിരിക്കും. വിളിക്കുമ്പോൾ തന്നെ പറയും കുറെ കഷ്ടം അനുഭവിക്കേണ്ടി വരും. അടുത്തത്, അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കുമൊന്നുമില്ല. ചിലപ്പോൾ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കും. ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് വ്യക്തമാക്കുന്നതാണ് തിരുവചനത്തിന്റെ രീതി. ഇനി യോഹന്നാന്റെ സുവിശേഷം 16:33 വായിക്കാം. യേശുക്രിസ്തു എന്താ പറഞ്ഞത് നോക്കാം. അപ്പോസ്തലന്മാർ പറഞ്ഞത് മാത്രമല്ല, യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്, മറന്നു പോകാതെ ഓർക്കുന്ന വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതെന്ന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറയാ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞിട്ടോ എന്നെ നിയമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ ഇതൊന്നും മാറിക്കിട്ടില്ല. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇത് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്കുണ്ട്, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർ ലേഖനത്തിലെ 1:29 പറയുന്നു, ഫിലിപ്പിയർ ചാപ്റ്റർ 1:29, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയാ, നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്ത്യാനിയായോ, ദൈവമക്കളായോ, വിശ്വാസത്തോടെ നമ്മൾ വിശ്വാസിയായി മാറിയെങ്കിൽ അതിന്റെ കൂടെ അപ്പൊ തന്നെ ഒരു വരം തന്നിട്ടുണ്ട്. നമ്മളൊക്കെ വരപ്രാപ്തരാണെന്നേ. ഇത് പലർക്കും താല്പര്യമില്ലാത്തൊരു വരമാണെന്ന് മാത്രം. ആരും വിശ്വസിക്കാറില്ല, അംഗീകരിക്കാറില്ല. നമ്മളൊന്നും വരമില്ലാത്തവരാന്ന് വിചാരിക്കുക. കൃപാവരപ്രാപ്തരായ ശുശ്രൂഷകന്മാർ വന്ന് ശുശ്രൂഷിക്കുന്നു പറയുമ്പോൾ നമ്മൾ അതും പ്രതീക്ഷിച്ചിരിക്കുക. ദൈവമക്കളെ, നമ്മളെല്ലാവരും കൃപാവരപ്രാപ്തരാ. നീ വിശ്വസിച്ചോ, ദൈവകൃപയിൽ വിശ്വസിച്ചോ, അപ്പൊ തന്നെ ഒരു വരം തന്നിരിക്കുക. എന്താ വരം എന്നറിയോ? വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കും. അപ്പൊ മൂന്നാമത്തെ കാര്യം, ഇതൊരു വരമായിട്ട്, ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ദൈവം നിയമിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ തരികയാണ്. അപ്പൊ ഈ നിയമനത്തിന്റെ കൂടെ തന്നെ സാധാരണ നിയമനം കഴിയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് യൂണിഫോം ഒക്കെ കൊടുക്കും, അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെ നീ ഡ്യൂട്ടി ചെയ്യാനായിട്ട്, ഈ പാതയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ഈ വരം അപ്ലൈ തരും. അത് അപ്ലൈ ഏറ്റെടുത്തോളും. ഇത് നമ്മൾ ചിലർ മറന്നിട്ട് ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷമം മനസ്സിലാകുന്നത്. ഇത് ആകെ ബുദ്ധിമുട്ടുക, നിരാശപ്പെടുക, ഭാരപ്പെടുക. എന്തിനീ ഭാരം, എന്തിനീ ക്ലേശം? അതിന്റെ ആവശ്യമില്ലെന്നേ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ അപ്പോയിന്റ്മെന്റിൽ ഇതൊരു വരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വരമല്ല അനുഗ്രഹമല്ലേ? അതേന്നേ, മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേക നന്മയാണ് വരം. ഒന്നുകൂടെ പറഞ്ഞാൽ, പലതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന കഴിവാണ് വരം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർത്തു നോക്കിയേ, കട്ടത നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുകയാണെങ്കിൽ തന്നെ ഇത് ഇട്ടാൽ, ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കാൻ വേണമെങ്കിൽ പറയാം, ഫയർഫോഴ്സിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവര് കുറെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കും. എന്തിനാണെന്നറിയോ? സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഹെൽമെറ്റ് കൊടുക്കും, അതിന് പറ്റിയ എന്ത് ചെയ്താൽ ഫയർ പിടിക്കാത്ത വിധത്തിലുള്ള ജാക്കറ്റ്, പെട്ടെന്ന് എന്തെങ്കിലും ഹിറ്റ് ചെയ്താൽ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ, കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ സൂക്ഷിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉള്ള ഒരു വലിയ ജാക്കറ്റ് കൊടുക്കും, സേഫ്റ്റി ജാക്കറ്റ്.
അത് കിട്ടിയത് അവനൊരു അനുഗ്രഹമാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതൊന്നും അവന് ഏശില്ല. നമ്മൾ വിചാരിക്കും ഇവനെങ്ങനെ തീയുടെ അകത്ത് കയറി പോകുന്നത്, അവന്റെ മേത്ത് തീ കൊള്ളില്ല. അവന്റെ ആ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീയുടെ ഒരു ലാഞ്ചിനെ പോലും മുഖത്ത് ഏശില്ല. അങ്ങനെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ഈ സേഫ്റ്റി ഹെൽമെറ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ മാത്രമാണ് അപകടത്തിൽപ്പെടുന്നത്. ഇല്ലെങ്കിൽ അവന് പറ്റിയ എന്തെങ്കിലും പിഴവുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ദൈവമക്കളെ, നമുക്ക് ഈ വരമൊക്കെ തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഹെൽമെറ്റാ, അല്ലെങ്കിൽ സേഫ്റ്റി ഡ്രസ്സാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാൻ ശ്രദ്ധയിലേക്ക്. 1 പത്രോസ് 5:10 വാക്യം. കഷ്ടതയെക്കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിച്ച അപ്പോസ്തലൻ ഞാൻ ചിന്തിക്കുന്നത് പത്രോസ് തന്നെയാണ്. മറ്റവരൊക്കെ ജീവിതം കൊണ്ട്, പൗലോസ് ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ച മനുഷ്യനാണ്. ഇത് വായിക്കുമ്പോൾ ഒരു ആശ്വാസവചനമായിട്ട് പലപ്പോഴും വായിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വായിക്കാറ്. ഞാനൊന്നുകൂടെ വായിച്ചു തരാം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ ഡ്യൂട്ടിക്ക് വേണ്ടുന്ന ട്രെയിനിങ് തരും എന്നാ പറഞ്ഞത്. അവിടെ നമ്മൾ ആശ്വാസത്തോടെ പറയാറ് ഇങ്ങനെയാണ്, എന്നും കഷ്ടം സഹിക്കേണ്ടി വരില്ല. അല്പകാലത്തേക്കുള്ള കഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കും. കഷ്ടതയുടെ എപ്പോൾ പ്രസംഗിച്ചാലും ദേവദാസന്മാര് ഈ ഒരു വാക്യം പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കും. എന്നും കഷ്ടം അനുഭവിക്കേണ്ട, അല്പകാലത്തേക്കുള്ള അല്ലെങ്കിൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കും. എന്നൊരു കാര്യം ഞാൻ പറയാം. ഈ അല്പകാലം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഭക്തന്മാരുടെ ജീവിതം കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ ജീവിതവും അതിനുശേഷമുള്ള ജീവിതവും തമ്മിലാണ്. ഭൂമിയിലെ ജീവിതം അല്പകാലം മാത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ പാടിയത്, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് നിത്യമായ വാസത്തെയാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള അല്പകാലം മാത്രമാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന അല്പകാലമാണ്. ആ അല്പകാലം ജീവിക്കുന്നിടത്തോളം കാലം, ഒന്നുകൂടെ പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം തന്നെ കഷ്ടം അനുഭവിക്കേണ്ടി വരും. തെളിവ് പൗലോസിന്റെ ജീവിതം ക്രിസ്ത്യാനിയായി തുടങ്ങിയതിന് ശേഷം അന്ന് തൊട്ട് അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് അവസാനം കഴുത്തും തലയും വേറിടുന്നത് വരെയും കഷ്ടം അനുഭവിച്ചില്ല എന്ന് ഞാൻ ചോദിക്കുകയുള്ളൂ. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനിയും വേണമെങ്കിൽ ഞാൻ പറയാം, പഴയ നിയമകാലത്തും ഭക്തന്മാർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നും അവരുടെ ജീവിതത്തിൽ വിജയമല്ലായിരുന്നു. ദാനിയേല് പ്രവാസത്തിലായിരുന്നു. പ്രവാസത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നന്മകൾ വരുന്നത് അനുഭവിച്ചിട്ടുണ്ട്. പ്രവാസം എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടത തന്നെ അർത്ഥം. അവസാനം ഒരു വാചകം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു, ആര് മരിച്ചാലും നമ്മൾ അവരെയൊക്കെ ദാനിയേലാക്കാറുണ്ട്. നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞുവിടാം. പോയി വിശ്രമിക്കാൻ പോകുന്നത്, നിനക്കൊരു വിശ്രാമം കിട്ടുന്നത് മരണശേഷമാണെന്ന് അവനെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് പ്രവചന ദൂത്. അപ്പൊ അപ്പോസ്തലിക ഉപദേശമാകട്ടെ, യേശുക്രിസ്തുവിന്റെ ഉപദേശമാകട്ടെ, പ്രാവചനികമായി നോക്കിയാൽ പോലും പറയാനുള്ള കാര്യം കഷ്ടത ജീവിതത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഞാൻ ചിന്താവിഷയത്തിലേക്ക് വേഗം പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. എന്തെല്ലാം തരം കഷ്ടമാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്നത് ഓർക്കാൻ പോവുക. അപ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. ഈ കഷ്ടമൊക്കെ അനുഭവിപ്പിക്കുന്നത് എന്തിനാണെന്നും കൂടെ ഞാൻ പറഞ്ഞേ അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കും, നമ്മൾ വ്യസനിക്കില്ല, ദൈവകൃപ നമ്മിലേക്ക് വ്യാപരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത് നമ്മൾ വായിക്കാൻ പോവുക, എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഒന്നാമത് നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടം 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അപ്പോ ഒന്നാമത്തെ കഷ്ടം എന്താന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടുള്ള കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ക്രിസ്ത്യാനി ആയോ, അതിന് പേര് കഷ്ടം അനുഭവിക്കേണ്ടി വരും. അത് ഇപ്പോഴത്തെ കാലത്തൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. എൻ്റെ ബാല്യത്തിലൊക്കെ അത് നല്ല തിരിച്ചറിവുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ പ്രായത്തിലുള്ള ടീനേജേഴ്സ് ഒന്നും സ്നാനപ്പെടില്ലായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. അവർക്കറിയാം സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നോ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒക്കെ അറിഞ്ഞാലും സ്നാനപ്പെടാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്നാനം നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സ്നാനപ്പെടുത്താനായിട്ട് ദൈവസഭയിൽ നിന്ന് ചെണ്ടയൊക്കെ കൊട്ടി അല്ലെങ്കിൽ ഡ്രമ്മൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി മെയിൻ റോട്ടിൽ കൂടെ കൊണ്ടുപോവുക. അപ്പോൾ വാക്യങ്ങളൊക്കെ വിളിച്ചു പറയും, പാട്ട് പാടും, പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വിളിച്ചു പറയും,
ഇന്ന് ജലത്തിൽ സാക്ഷിക്കാനായിട്ട് ചിലർ ഞങ്ങളുടെ മധ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വരിക്ക് നിർത്തിയിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ടിലൊരു റോ എല്ലാവരും കാണത്തക്ക വിധത്തിൽ. പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ വീടുള്ള വഴി കൂടെ പോകുന്നത്, മെയിൻ റോഡിൽ കൂടെ തന്നെ. മെയിൻ റോഡിന് സൈഡിലുള്ള കുളത്തിലാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അന്നത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ പോകുന്ന വഴിയിൽ ചിലർ ഉത്സാഹികളുണ്ട്. അവർ വീട്ടിൽ നിന്ന് എരുമേനെയും പോത്തിനെയൊക്കെ കൊണ്ടുപോയി കുളത്തിൽ കൊണ്ട് ഇറക്കും. ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി, അവിടെ ഒരു വൃത്തികേടാക്കി ഇടാൻ വേണ്ടി അവർ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അങ്ങനെയുണ്ട്. അവിടെ ചെന്നിട്ട് അവരോട് കാലൊക്കെ പിടിച്ച് പറയണം ഒന്ന് മാറ്റേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കി നിർത്തിയിട്ട് വേണം. പൊതുകുളമല്ലേ, അവിടെ പോയി സ്നാനപ്പെടുമ്പോൾ വലിയ വിഷമം. പ്രത്യേകിച്ച് ടീനേജേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിന്ന് പബ്ലിക്കായി ഡ്രസ്സ് മാറണം. ഓരോ ഷീറ്റ് മറച്ചു പിടിച്ച് അതിനകത്ത് നിന്ന് ഡ്രസ്സ് മാറലും ആളുകൾ വട്ടം കൂടി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തുടക്കം തന്നെ ഇതൊരു കട്ടമായിട്ടും നിന്നയായിട്ടും പരിഹാസമായിട്ടും ഈ നാമം ധരിച്ചിട്ട് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് സാധാരണ ഒത്തിരി പേരെ സ്നാനത്ത് നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവസഭയെ വന്നിരുന്ന ദൈവമക്കളുടെ മക്കൾ ചിലർ പിന്മാറി സഭയിൽ നിന്ന് വിട്ടുപോയവരുണ്ട്. അവർ പോയി പള്ളിയിലെ മെമ്പർഷിപ്പ് എടുത്തവർ വരെയുണ്ട്. കാരണം ഇതാ, അവർക്കത് സഹിക്കാൻ വയ്യ. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ അതും പറഞ്ഞ് കളിയാക്കുക. ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനി ആകുന്ന തുടക്കം തൊട്ടേ കട്ടതയുടെ ഒരു മാർഗമായിരുന്നു. ഇത് നിസ്സാരമായൊരു കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ അന്നമ്മ മാമന്റെയും മറ്റു പലരുടെയും കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്നാനപ്പെട്ട് കൊളക്കടവെന്ന് കയറി ഉടനെ തന്നെ ഭർത്താവ് വന്നിട്ട് വടിയെടുത്ത് അടിച്ചടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതും രക്തമൊഴുകി നിലവിളിക്കുന്ന രീതിയിൽ പോകുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടി സ്വോത്ര അല്ലേലിയെ വിളിച്ചു പറഞ്ഞ് റോട്ടിൽ കൂടെ പോയതും ഒക്കെ അനുഭവത്തിലുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷയിൽ സ്നാനപ്പെട്ട ഒരു ആന്റിയെ ഭർത്താവ് ഗൾഫിലായിരുന്നു, മടങ്ങി വന്നപ്പോൾ ദേഷ്യം തീർക്കാൻ വേണ്ടി അടിച്ച് ഉപദ്രവിച്ച് മാലയും വളയൊക്കെ എടുത്തിടിയിച്ചത് 8 കിലോമീറ്റർ റോട്ടിൽ കൂടെ നടത്തിച്ചു. എത്ര പ്രയാസം ഉണ്ടാക്കിയെന്നറിയാമോ? ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്നത്. പക്ഷേ സത്യത്തിൽ ഇതുണ്ട്. ക്രിസ്ത്യാനി ആകുമ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കട്ട അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, ഒരു നിന്ന അനുഭവിക്കേണ്ടി വരും. ഇതിന് മനസ്സുള്ളവരാണ് യഥാർത്ഥ സമർപ്പണത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു സമർപ്പണം വന്നതിന് ശേഷം വേണം ക്രിസ്ത്യാനിയായി തീരുവാൻ, അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് വരാൻ. ഇതാണ് പത്രോസ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ട് കാലത്ത് പറയുകയാണെങ്കിൽ ഒരു പള്ളി ഭ്രഷ്ടരാക്കലും അവർ സ്വത്തുവകളൊക്കെ അവർ എടുക്കുകയും ഉപദ്രവിക്കുകയും, അതാണ് വസ്തുക്കളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറഞ്ഞ്. ഇവൻ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വത്ത് മുഴുവൻ മറ്റുള്ളവർ കയ്യേറും, ഇവനെ പിടിച്ച് പുറത്താക്കും. പുറമ്പോക്കി പോയി ടെന്റ് അടിച്ച് കിടക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്. അത്ര വലിയ കട്ടങ്ങളായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ അനുഭവിച്ചത്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്. ഒന്നാമത് ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ നിസ്സാരമായതെന്ന് തോന്നുന്നെങ്കിലും അതിലും വലുതോ ഓരോരുത്തർക്ക് ലെവൽ അനുസരിച്ച് മാനസികമായോ ശാരീരികമായോ നമ്മൾ കട്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, വരും എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തത് പത്രോസ് പറയുന്നത് 3:14. 1 പത്രോസ് 3:14 പറയുന്നു, നീതി നിമിത്തം കട്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്തത് പറയാണ്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരും. നമ്മൾ നീതിയായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ കഷ്ടം സഹിക്കേണ്ടി വരും. അതിന് വേണ്ടി പഴയ നിയമത്തിന് ഉദാഹരണം പറയാനായിട്ട് കഴിയും. പോത്തിഫറിന്റെ വീട്ടില് വിശ്വസ്തനായി വേല ചെയ്തു എന്നുള്ളതാണ് ജോസഫിന്റെ ജീവിതത്തിലെ നീതി. വിശ്വസ്തനായിരുന്നു. എന്നിട്ട് എന്താ സഹിക്കേണ്ടി വന്ന്? ദൈവത്തോടുള്ള മനോഭാവം നിമിത്തം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളും ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തതുകൊണ്ട് ആ മനുഷ്യൻ പോയത് കാരാഗ്രഹത്തിലേക്ക്. ഇതാ പറഞ്ഞത്, ദൈവമക്കൾ നീതിയുടെ പാതയിലേക്ക് വരികയാണ്. ക്രിസ്ത്യാനിയാകുമ്പോൾ ദൈവകൃപയിലേക്ക് വരുമ്പോൾ നീതിയുടെ പാതയിലേക്ക് വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ അത് നിമിത്തം കഷ്ട സഹിക്കേണ്ടി വരും. നീതി അംഗീകരിക്കപ്പെടില്ല, ലോകം അംഗീകരിച്ചെന്ന് വരില്ല. അംഗീകരിക്കുന്നത് ദൈവം മാത്രമാണ്, മറ്റാരും അംഗീകരിച്ചെന്ന് വരില്ല. കള്ളസാക്ഷ്യം പറയാനും നിന്ദിക്കാനും അവനത് കിട്ടിയില്ലെങ്കിലോ ഉള്ളൂ എന്ന് പറഞ്ഞ് അപമാനപ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ നീതി നിമിത്തം കഷ്ട സഹിക്കേണ്ടി വരും. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ, നിങ്ങളിങ്ങനെ തിന്മ ചെയ്തു, നിങ്ങളാണ് പിന്നെ കാരണക്കാരെന്ന് പറഞ്ഞ് കളവായി പറയും. കേട്ടിട്ടില്ലേ? ദൈവം പറഞ്ഞ, നീ ഒരുത്തി കാരണം ഇതൊക്കെ സംഭവിച്ചത്, നീ ഒരുത്തന അതിനൊക്കെ വളം വെച്ചു കൊടുത്തത്, നീയാണ് കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി ആക്ഷേപിക്കുകയൊക്കെ ചെയ്യും. ചെയ്തത് നല്ല കാര്യമാണ്.
ഒന്ന് ശാസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മക്കളെ ഉണ്ടാക്കാനോ പോയതായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറഞ്ഞത്, അയ്യോ അങ്ങനെ അരുതേ എന്ന് പറഞ്ഞതായിരിക്കും. എൻ്റെ കുട്ടിയെ നീ എന്തിനാ ഉപദേശിക്കാൻ വന്നെന്ന് ചിലപ്പോൾ ചോദിച്ചു വരും. ഒരു അപകടം പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞ മോനെ അങ്ങോട്ട് കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതും കുറ്റമായിട്ട് വരേക്കാം. അതിന് കാരണം എന്താ പറയുക, നിങ്ങൾ ദൈവമക്കളാണോ? ഇതിവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നീതിയായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ വിശദീകരിക്കും, ചെറിയ വിശദീകരണം കൂടെ. നീതിയായി ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞത് ലൂക്കോസിന്റെ വിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൽ ഒരു കാര്യം പറയാം, ശത്രുവിന് വിശക്കുന്നെങ്കിൽ എടുത്ത് തിന്നാൻ കൊടുക്കുക. നമുക്കൊരു ശത്രുവുണ്ട്. നമ്മൾ ഈ വചനപ്രകാരം ദൈവിക രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശത്രുവിനെ അത് സുഖമില്ലാതെ കിടക്കല്ലേ എന്ന് ഓർത്തിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഇവിടെ ഫുഡ് കൊണ്ടങ്ങ് ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് നല്ല സ്വീകരണം കിട്ടുന്ന ഫുഡ് മേടിച്ചു വെച്ചിട്ട് നീ ഇതും കൊണ്ടിന്ന് പോരേ, നീ ഇനി എന്തൊക്കെ ഇതിൽ കലക്കി വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണാവോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ആക്ഷേപിക്കുകയും ചെയ്യും. അകത്ത് കൊണ്ടുവച്ചാൽ അവർ തിന്നുന്നതും വരും. നീതി നിമിത്തം ചിലപ്പോ കഷ്ട സഹിക്കേണ്ടി വരും. ഇവിടെ നിൽക്കണ്ട വേഗം പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആട്ടിന്ന് വരും. പക്ഷെ കർത്താവ് ഇവിടെ പത്രോസ് പറയാ, നിങ്ങൾ ദൈവിക രീതിയിലേക്ക് കടന്നതിന്റെ ഒരു ലക്ഷണമാണത്. ഈ കഷ്ട സഹിക്കേണ്ടി വന്നു, നിന്നെ അപമാനിച്ചത്. നിങ്ങൾ ഭാഗ്യവാന്മാരാ. അതൊരു ഭാഗ്യവതവിയായിട്ട് എണ്ണിക്കോ. അത് പിന്നീട് പറയാം. ഭാഗ്യം കിട്ടുന്നത് ഇവിടെയല്ല. ഇവിടുത്തെ ലോകത്തിലെ ഭാഗ്യവാന്മാരൊക്കെ നൈമിഷികമാണ്. അതൊക്കെ വൻ പരാജയമാണ്. അതിനപ്പുറത്ത് നിത്യമായ സൗഭാഗ്യത്തിലേക്ക് പോകുവാനുള്ള ഒരു മുഖാന്തരമാണിതെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ ഘട്ടങ്ങളിൽ നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയും എന്നതാണ് പ്രത്യേകത. ഇനി 1 പത്രോസ് 2:20 പറയുന്നു 3-ാമത്തെ കാര്യം, അല്ല നന്മ ചെയ്തിട്ട് കഷ്ട സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക, കട്ടങ്ങളുടെ പിന്നാലെ വരുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുകയാണ്. അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഞാനൊരു കാര്യം ചെയ്തു, ദൈവത്തിന് മഹത്വം കൊടുത്തു. മഹത്വത്തിന് യോഗ്യനായവന്റെ സന്നിധിയിൽ ഒരു മഹത്വത്തിന്റെ ഒരു അർപ്പണം, ഒരു യാഗാർപ്പണം നടത്താൻ എനിക്ക് കഴിഞ്ഞെന്ന്. രണ്ടാമത് പറഞ്ഞത് നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നപ്പോ പറയാണ് എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഒന്നുകൂടെ പറഞ്ഞ നിത്യസൗഭാഗ്യത്തിലേക്കുള്ള ഒരു വഴിയായി ഓഹരിയായി എനിക്ക് ലഭിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. മൂന്നാമത് ഇവിടെ പറയുകയാണ്, നിങ്ങൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിന് പ്രസാദമാണ് എന്ന് പറഞ്ഞാൽ ഈ കഷ്ടത്തിന്റെ പിന്നിലൊക്കെ ആത്മീക നന്മകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്ന് ആർക്കും ആത്മീക നന്മകൾ വേണ്ട, ഭൗതിക നന്മകൾ മതി, ഭൗതിക നന്മ മതി. അതുകൊണ്ടാണ് നമുക്ക് ഈ പെറുറുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ദൈവമക്കളെ, ഈ ഭൗതിക നന്മകളെല്ലാം ഇവിടെ കൊണ്ട് കത്തിപ്പോവും. ഇല്ലെങ്കിൽ ശോധന ചെയ്യുന്ന സമയത്ത്, തീ കൊണ്ട് ശോധന ചെയ്യുന്ന സമയത്ത് അതൊന്നും നിലനിൽക്കില്ല. എന്നാൽ ദൈവിക പദ്ധതിയിൽ തന്നിരിക്കുന്ന ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തിന് മഹത്വം കൊടുത്തത്, അതുപോലെ തന്നെ ഭാഗ്യപദവി, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം, ദൈവപ്രസാദം ലഭിക്കുകയാണ്. അയ്യോ, ദൈവപ്രസാദം ചെയ്യേണ്ടത് നാം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അത് ഇഷ്ടം പോലെ കാര്യങ്ങൾ പണിയെടുക്കേണ്ടതാണ്. എന്നാൽ നിസ്സാരമായിട്ട് ഒരു നന്മ ചെയ്തപ്പോ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, ഒരു നന്മ ചെയ്തു, ഒരാൾക്കൊരു റൈഡ് കൊടുത്തു, അതിന്റെ പേരിൽ ചിലപ്പോ കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. അതിനെക്കുറിച്ച് അപമാനം, പരിഹാസം, നിന്ന ചിലത് അനുഭവിക്കേണ്ടി വന്നേക്കാം. പണ്ട് എൻ്റെ സ്നേഹിതനൊരു കാര്യം പറഞ്ഞു. ഒരാൾക്ക് റൈഡ് കൊടുത്തു, വണ്ടി പോകുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റിൽ പെട്ടു. വണ്ടി ആക്സിഡന്റിൽ പെട്ടപ്പോ പിന്നിലിരുന്നിരുന്ന ആള് ഇയാൾക്കെതിരെ സൂയി ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഉപകാരം ചെയ്തതാ, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ നിസ്സാരമായ ഒരു അപകടം പറ്റിയതാ. അതിന്റെ പേരിൽ സൂ ചെയ്ത് ഇൻഷുറൻസ് വഴി അടയ്ക്കാതെ പൈസ കുറെ അടയ്ക്കേണ്ടി വരികയൊക്കെ വന്ന് ഭയങ്കര നട്ടം വന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ദൈവം അറിയാതെ ഇല്ല. ഞാൻ ദൈവമാനായിട്ട് എനിക്കിത് വന്നില്ലെന്ന് ചോദിക്കണ്ട. നിനക്ക് ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് അതെന്ന് കാണാനായിട്ട് കഴിയും. 4-ാമത്തെ കാര്യം പൗലോസ് പറയുന്ന കാര്യം പറയാം. 2 തിമോഥെയോസ് 2:3 വാക്യം. 2 തിമോഥെയോസ് 2:3 വാക്യം. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കേണ്ടി വരും. സഹിക്കണം. നീ ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പറയാ, ആ രീതി പറയാ. എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബടൻ സഹിക്കുന്ന കഷ്ടങ്ങളെല്ലാം സഹിക്കേണ്ടി വരും. ഒരു ബടൻ സഹിക്കേണ്ടുന്ന കഷ്ടങ്ങളെല്ലാം നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്താ ബടൻ സഹിക്കേണ്ട കഷ്ടങ്ങൾ? ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണം ദാവീദ് ഫെലിസ്ത്യരെ നേരിട്ട്
അവരെ കീഴടക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭടനായിരുന്നു ദാവീദ്. അതുകൊണ്ട് അവൻ സർവ്വസൈന്യാധിപനായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു അഭിഷേകം വീണപ്പോൾ. ഭടൻ എന്ന് മാത്രമല്ല, അവൻ ആദ്യം ഒരു പോരാളിയായി ഫിലിസ്തീനെ വീഴ്ത്തി. അതിനെ തുടർന്ന് അവൻ സർവ്വസൈന്യാധിപനായിട്ടുള്ള അഭിഷേകം കൂടെ കിട്ടിയിരിക്കുകയാണ്. ഒന്നുകൂടെ ഓർത്ത് പോയി, രാജകീയ അഭിഷേകം കൂടെ കിട്ടി. ഇന്നത്തെ ലെവലൊന്നും ആലോചിക്കുക, വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഭടനായിട്ട് കഷ്ടം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടും. കാട്ടിപ്പോയി കിടക്കേണ്ട ഗതികേട്, ഗുഹയിലകത്ത് പോയി കിടക്കേണ്ട സമയത്ത് ഭക്ഷണമില്ലാതെ വലയുക. എന്നാ പാടാലെ അനുഭവിച്ചത് ദാവീദ്. ഇതുപോലെയുള്ള കഷ്ടങ്ങൾ, അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഭടനായി കഷ്ടം സഹിക്കുക. ഒന്നാമത്തെ അതിന്റെ പാർട്ടി ഇതാണ്, ഒരു ഭടൻ സഹിക്കുന്ന കഷ്ടങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കിയേ, ചൂടിലും തണുപ്പിലും എല്ലാം പ്രതിരോധിച്ച് നിൽക്കേണ്ട ഗതികേട്. ഓടിപ്പോകാൻ പറ്റുന്നില്ല, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം കുടുംബം, സ്വന്തം ബന്ധം, സ്നേഹം എല്ലാം മറന്നു വെച്ച് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിലേക്ക് ജീവിക്കേണ്ടി വരും എന്നാണ് പൗലോസ് ഓർമ്മപ്പെടുത്തിയത്. ഇനി ഇതിന്റെ രണ്ടാം പാർട്ടും കൂടെ പറയാം. ഈ ഭടൻ എന്ന് പറഞ്ഞാൽ നല്ല പോരാളിയായിട്ട് നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ദൃശ്യമായ മണ്ഡലം, എന്നാൽ അദൃശ്യമായ മറ്റൊരു മണ്ഡലമുണ്ട്, പൈശാചിക പോരാട്ടമുള്ളത്. അതാണ് പൗലോസ് ഓർമ്മപ്പെടുത്തിയത്. എന്താ പറഞ്ഞത്? നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് സകലവിധ പോരാട്ടമുണ്ട്. എന്നൊക്കെ പോരാട്ടങ്ങൾ? അദൃശ്യമണ്ഡലത്തിലെ പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുടെ സമയത്ത് നിങ്ങൾ ഭടനായി വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭടന് വേണ്ടുന്ന എഫേസ്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ആ ഭടന് വേണ്ടുന്ന പടച്ചട്ടകളൊക്കെ ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പോ കാര്യം മനസ്സിലാക്കുക, ഭൗതികം ഈ ഭൂമിയിൽ കാണുന്ന ദൃശ്യമണ്ഡലത്തിലെ മാത്രമല്ല, അദൃശ്യമണ്ഡലത്തിൽ നമുക്ക് പോരാട്ടമുണ്ട്. ആ അദൃശ്യമണ്ഡലത്തിലെ പോരാട്ടങ്ങളെ നേരിടുന്ന ഒരു ഭടനായി നിൽക്കേണ്ടി വരും. ഒന്നും കൂടെ വ്യക്തമാക്കാം, മനസ്സിലാവാത്തതുകൊണ്ട്. എന്താ വ്യക്തമാക്കേണ്ടത്? ഒരു മകൻ ദൈവകൃപയിലേക്ക് വന്ന അന്ധകാര ദുഷ്ടശക്തികൾ മുഴുവൻ അവനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും. എങ്ങനെ ഇവനെ വീഴ്ത്താൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട്, എങ്ങനെ ഇവനെ വിഴുങ്ങാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട്. വിഴുങ്ങുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് മാറ്റി വേറൊരു മണ്ഡലത്തിലേക്ക് ആക്കുന്നതിന്റെ അർത്ഥം. ഭൂമിയിൽ നിന്നിരുന്നൊരു മനുഷ്യനെ വിഴുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യോനെ തിമിംഗലം വിഴുങ്ങി. എന്താ അതിന്റെ അർത്ഥം? ഭൂമിയിലും അല്ല വെള്ളത്തിലും അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയി നിർത്തി. അതിനകത്ത് കൊണ്ടുപോയി അടക്കിയാണ്. അവിടെ കിടന്ന് ഇവൻ ദഹിച്ചു തീരും. ഇതിനെ വിഴുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, ആത്മീയനുമല്ല ജഡികനും അല്ലാത്തൊരു പരുവത്തിൽ, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഉമിഴ്ന്നു കളയും. വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞാൽ ഭാഗം പോലെ ഒരു ശീതോഷ്ണവാന പദ്ധതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ആ പദ്ധതിയിലേക്ക് നീ പോയി കഴിഞ്ഞാൽ കഷ്ടമൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇന്ന് പലരും കഷ്ടം അനുഭവിക്കാത്ത കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉഷ്ണവാനും അല്ല ശീതവാനും ഒന്നും അല്ലെന്നേ. ആത്മീയത്തിൽ ചൂടുമില്ല തണുപ്പൊന്നുമല്ല, ഓരോ മിതോഷ്ണവാൻ, ഒരല്പം ആത്മീയം, ഒത്തിരി ഭൗതികം. ഇതൊക്കെ മിക്സ് ചെയ്ത് കുഴച്ച് പേരിലൊരു ക്രിസ്ത്യാനി, നേരിലൊരു അഭക്തൻ എന്ന് പറഞ്ഞ് ലോകമനുഷ്യനായി ജീവിക്കാനായിട്ട് നിലപിടിയാണ്. ഓണത്തിന് മുമ്പൊക്കെ പറയും, ദൈവമൊക്കെ ചേർന്നല്ല ഓണം എന്നൊക്കെ പറയും. ഓണം അടുത്ത് വരുമ്പോ നമ്മളങ്ങനെ എല്ലാറ്റിൽ നിന്നും വിട്ടു നിന്ന് സമൂഹത്തിൽ നിന്ന് അകന്ന് മാറുന്നതൊക്കെ പ്രശ്നമെന്ന് പറയും. എല്ലാറ്റിലും ഇങ്ങനെ അകന്ന് മാറേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു വെജിറ്റേറിയൻ സദ്യ കഴിച്ചു എന്ന് വിചാരിച്ചു എന്താ കുഴപ്പമെന്ന് ചോദിക്കും. വല്ല കുഴപ്പമുണ്ടോ? ആ ശരിയാണല്ലോ. എന്താ കാരണം എന്ന് പറയും, പിന്മാറ്റത്തിലേക്ക് വരുത്താൻ പോവുകയാണെങ്കിൽ ഒരു 9 പേരെ കൂടെ കൊണ്ടുപോകും. പത്രോസ് പറയാം, ഞാൻ പോവാ നീ പോരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പോരുന്നു എന്ന് പറയും. അത് ഇതിന്റെ ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് എന്റെ കാര്യകാരണ സഹിതം അവർക്ക് തെളിയിക്കും. എന്താ കാര്യകാരണ സഹിതം തെളിയിക്കാനുള്ളത്? ഒരു വെജിറ്റേറിയൻ സദ്യ കഴിച്ചു, അല്ലെങ്കിൽ അന്ന് ഒരു കോടിമുണ്ടും ഡ്രസ്സൊക്കെ കൊടുത്താൽ എന്താ ഒരു കുഴപ്പം? പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ, നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ ഈ ഞായറാഴ്ച സഭയിൽ പലയിടത്തും വെജിറ്റേറിയൻ സദ്യയുണ്ട്. പലയിടത്തും നിന്ന് ആളുകൾ വരാൻ പോകുന്നത് സെറ്റ് മുണ്ടെടുത്തും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെയാണ് ഡ്രസ്സായിട്ട് വരിക. നമ്മൾ ഇന്ത്യൻസ് ആണ്, മലയാളിയാണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ന്യായം കണ്ടു, ഒത്തിരി ന്യായങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മിതോഷ്ണവാനായതാ. ക്രിസ്ത്യാനിയായി അന്യദേവന്മാരുടെ നാമം പോലും ഞാൻ നാവിൽ എടുക്കില്ലെന്ന് പറഞ്ഞ് പ്രതിഷ്ഠ ചെയ്യുന്ന ക്രിസ്ത്യാനി, അല്ലെങ്കിൽ
അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിച്ചു വരുമെന്ന് തിരിച്ചറിയുന്ന ക്രിസ്ത്യാനി ഈ സമയം വരുമ്പോൾ വരവേൽക്കാൻ വേണ്ടി ആ അന്യദേവനെ വേണ്ടി ഒരു സങ്കല്പ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും വിധത്തിൽ നീ ഒന്ന് പ്രതീക്ഷ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സങ്കല്പ ദൈവത്തിന്റെ പിന്നിലുള്ള അന്ധകാര ദുർബോധ ശക്തി നിന്നെ കീഴടക്കും, നിന്നെ വേദനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് കൃപയെ വന്നതിന്റെ ഘട്ടമൊന്നും അല്ല കേട്ടോ, അത് പ്രാർത്ഥിച്ചാൽ മാറുന്ന ഘട്ടമൊന്നുമല്ല. നിനക്കതുകൊണ്ട് യാതൊരു നന്മയും കിട്ടില്ല, ദൈവം പ്രസാദിക്കുമില്ല, നിന്നെ ഭാഗ്യപദവിയിലേക്ക് കൊണ്ടെത്തിക്കുമില്ല. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ദൈവനാമത്തിന് മഹത്വം കിട്ടുകയില്ല. കിട്ടുമോ? ദൈവനാമത്തിന് മഹത്വം കിട്ടുമെന്നില്ല. അങ്ങനെ കുറെ പേര് കട്ടത്തിൽ പെട്ടുപോകുന്നുണ്ട്. അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇനി അഞ്ചാമത്തെ ഞാൻ പറയാം. 1 കൊരിന്ത്യർ 9:16 പരിചയമായ വാക്യം. 1 കൊരിന്ത്യർ 9:16 ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മൾ സുവിശേഷം അറിയിക്കണം. ക്രിസ്ത്യാനിയാണോ ദൈവമക്കളാണോ സുവിശേഷം അറിയിക്കണം. അപ്പൊ ഈ കഷ്ടം എന്താണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ കാര്യം, സുവിശേഷം അറിയിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കഷ്ടം. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം ഉണ്ടാവില്ലേ? ഇഷ്ടം പോലെ കഷ്ടം ഉണ്ടാവും. പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയാൻ കിടക്കുക. പ്രാണഭയത്തിലകപ്പെട്ടു പോയ ഘട്ടങ്ങൾ തന്നെ ധാരാളം കിടക്കുക. പലതും നമ്മുടെ ദൈവസഭ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, ദൈവമക്കളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ അത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, വീണ്ടും ആവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാനായിട്ട് താല്പര്യപ്പെടുക. എൻ്റെ ബാല്യത്തിൽ ഞാനന്ന് പാസ്റ്ററൊന്നുമല്ല, പാസ്റ്റർമാരുടെ കൂടെ ട്രാക്ട് കൊടുക്കാനും പരിശോധനയും പോകും. അങ്ങനെ ഒരു പാവപ്പെട്ട പാസ്റ്ററുടെ കൂടെ എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ട്രാക്ട് കൊടുക്കാൻ പോയി. ട്രാക്ട് കൊടുത്ത് കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് വിവരം മനസ്സിലായത്. കുറച്ചു പേര് പിന്നാലെ ഓടി വന്ന് ഞങ്ങൾ തടഞ്ഞു നിർത്തി. ട്രാക്ടൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ഏറിയ നിന്ന് പോരുത്, ഇപ്പൊ ഓടണം എന്ന് പറഞ്ഞു. നിൽക്കാൻ പറ്റില്ല, ഓടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്ററിനെ മുഖത്ത് നോക്കി, ഇനിയിപ്പോ എന്താ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, വേറെ മാർഗമൊന്നുമില്ല മോനെ, നമുക്ക് ഓടാന്ന് പറഞ്ഞു. ഓടാൻ തുടങ്ങിയപ്പോ സാധാരണക്ക് ഓടിയാൽ അവർ സമ്മതിക്കില്ല, അവർ പിന്നാലെ ഓടിക്കുക കണ്ട് ഉള്ള വായു മുഴുവൻ എടുത്ത് പട്ടി പിന്നാലെ കടിക്കാൻ വരുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ ഓടുക. ഞാനന്ന് അടച്ച് ഒരു വിധത്തിൽ 1 രൂപയായി. ഒരു വഴി വരെ അവർ ഓടിച്ച് കൊണ്ടാക്കിയതിന് ശേഷം പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. നീ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അടിച്ചു കൊല്ലും, ഇന്ന് ഈ ശിക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. സുവിശേഷം പറയാൻ പോയതാ, കഷ്ടമൊക്കെ വരുന്നേ. അനുഭവങ്ങളുണ്ട്. അടി കിട്ടിയവര്, കൈയും കാലും മുറിഞ്ഞു മാറ്റപ്പെട്ടവര്, രക്തസാക്ഷിയായത് എത്ര പേരാ. എന്താ ഈ കഷ്ടം അനുഭവിക്കാതിരിക്കുന്നതിന് കാരണം ചോദിച്ചാൽ സുവിശേഷം പറയുന്നില്ല. നമുക്ക് കഷ്ടം വേണ്ട, പക്ഷെ പറയാ അവിടെ 2 കാര്യം നമ്മൾ ചിന്തിക്കണം. സുവിശേഷം പറഞ്ഞാൽ അതിന്റെ മേലിൽ കഷ്ടം കിട്ടും. സുവിശേഷം പറയുന്നില്ലെങ്കിൽ കഷ്ടമല്ല കിട്ടാൻ പോകുന്നത്, അത് പലരും മറക്കുക. എന്താ കിട്ടാൻ പോകുന്നത്? അയ്യോ കഷ്ടം കിട്ടാൻ പോവുക. അയ്യോ എനിക്ക് വയ്യെന്ന് പറയുന്ന കഷ്ടം. മറ്റത് ഞാൻ ഓടി കിടത്തിച്ചു അണച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം കിട്ടി, അവിടെ കൊണ്ട് തീരും. എന്നാൽ സുവിശേഷം പറയാതിരിക്കുമ്പോൾ കിട്ടുന്ന കഷ്ടം അയ്യോ കഷ്ടം, അത് പലരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പലരും ഇന്ന് അനുഭവിക്കുന്ന കഷ്ടം പറഞ്ഞിട്ട്, അയ്യോ ഈ കഷ്ടം പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലേ, വിടുതൽ കിട്ടുന്നില്ലേ, എനിക്കൊരു സ്വസ്ഥതയില്ലേ, ഇതെന്നെ കൊണ്ടേ പോവുള്ളേ എന്നൊക്കെ അറിയുന്നതിന് കാരണം എന്താ? കിട്ടിയിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് അയ്യോ കഷ്ടം. അത് ഏറ്റുവാങ്ങിയതാ, ദൈവം പ്രസാദിക്കുന്നതൊന്നുമല്ല. എന്നാൽ സുവിശേഷം അറിയിച്ചാൽ അവരെ കുറിച്ച് പറയുന്നതിന് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നന്മ സുവിശേഷിക്കുന്നവരുടെ പാദം പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ പാദം തൊട്ട് നിന്നെ അങ്ങ് അനുഗ്രഹിച്ച് തേജസ് നിറയ്ക്കുന്ന അനുഭവമാണ്, നന്മയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് കഷ്ടം തന്നത്. സുവിശേഷം അറിയിക്കുന്നതിൽ കഷ്ടം തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്ന് മനോഹര രൂപിയാക്കാനാ. ഇത് തിരിച്ചറിയാതെയാണ് നമ്മൾ സുവിശേഷം പറയാതിരുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ അത് വിശദീകരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്, 2 കൊരിന്ത്യരിൽ നടക്കുന്നുണ്ട്. 1:8, 2 കൊരിന്ത്യർ 1:8. സഹോദരന്മാരെ, ആസ്തികൾ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആസ്തിയിൽ കഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ വാസ്തുക്കർക്ക് കഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞ് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ കഷ്ടങ്ങളൊക്കെ കുറെ സഹിച്ചാണ് ക്രിസ്ത്യാനിറ്റി വന്നത്. പാസ്റ്ററായി സുവിശേഷം അറിയിക്കാൻ നടന്നു തുടങ്ങിയത് ദിവസം പരിശോധന നടത്താൻ പോകുമ്പോൾ ഉള്ള അനുഭവങ്ങൾ ധാരാളമാണ്. മുഖത്തടിക്കാൻ ആഞ്ഞടിക്കാൻ ഓടി വന്ന അനുഭവങ്ങൾ, പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്ന് പറഞ്ഞ് ഒന്നുമല്ലാത്തടത്ത് കൊണ്ടുപോയി ഇരുത്തി ഭീഷണിപ്പെടുത്തിയതും ഉപദ്രവിച്ചതും ആ ഘട്ടങ്ങളൊക്കെ ധാരാളം കടന്നുപോയി. എന്താ കാരണം? ഇത് നിങ്ങളൊന്നും അറിയാതിരിക്കാൻ മനസ്സില്ല. എന്തുകൊണ്ടോന്നറിയോ? ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്
ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇത് എൻ്റെ കൂടെ അനുഭവം. ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയം വന്ന ഘട്ടം വന്നു. അവരത്രമാത്രം ഭീഷണിപ്പെടുത്തി, അത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കി. എന്നല്ല ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു ഭക്തനെ ഒരുക്കി. അതുകൊണ്ട് ആ കെട്ടഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിലീസായി പോരുവാനിട വന്നു. ദൈവക്കളെ, ജീവന് ഭയം തോന്നുന്ന ഘട്ടത്തിൽ, കൊന്നുകളയെന്ന് പറയുന്ന ഘട്ടത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ സുവിശേഷം അറിയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അറിയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഘട്ടം വേണ്ട, പകരം പ്രയോജനമുള്ള ഘട്ടം മതി എന്ന് വിചാരിച്ച. ദൈവമക്കളെ, നമുക്ക് നല്ല ഘട്ടം വേണോ അയ്യോ ഘട്ടം വേണോന്ന് ഇന്ന് തീരുമാനിക്കണം. ഒരു വരി രണ്ടു വരി ഒക്കെ ഒന്ന് പറയാനായിട്ട് തുടങ്ങുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ചിലരുടെ പേര് പറഞ്ഞെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ. ആരുടെ പേരാ? കൃപ വരാത്തവരുടെ പേര്. എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കി. ഞാൻ ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ചവരുടെ പലരുടെയും പേര് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവരിപ്പോൾ എന്താ അവസ്ഥ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അവർ കൃപ വന്നോ ഇല്ലെന്ന് പോലും അറിയില്ല. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മുഖം ഓർമ്മ വരും, അവരുടെ പേര് ഓർമ്മ വരും. കാരണം എന്താ വെച്ചാൽ അവർ പലരും എന്നെ നിന്ദിച്ചതാ. ഞാനൊരു പെന്തക്കോസുകാരനെന്ന് പറഞ്ഞ് എന്നെ നിന്ദിച്ച പലരും ഉണ്ട്. സ്കൂളിലും കോളേജിലും ഒത്തിരി നിന്ന് സഹിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ മുഖമൊക്കെ ഓർമ്മ വരും, വചനം ധ്യാനിക്കുമ്പോഴൊക്കെ ഓർമ്മ വരും. ഒരു വരി രണ്ടു വരി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം മനസ്സിനൊരു വിഷമ, കർത്താവേ അവരെ കൃപ വേണം. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാറുണ്ട്. ചിലർക്ക് അസൂയായിട്ട് നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി, മറ്റാരും സ്വർഗത്തിൽ പോകണ്ടെന്നുള്ള ചിന്താധാരണ ചിലർ പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് കർത്താവെ അവർ നിത്യതയിൽ കാണണമെന്ന് ഞാൻ പറയുന്നു. നിത്യതയിൽ അവരുടെ മുഖം ഒന്ന് കാണാൻ പറ്റണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ സഹോദരന്മാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വയസ്സായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു അസൂയ ഉണ്ടോ എന്നൊരു തോന്നൽ തോന്നാറുണ്ട്. ഒരു വാചകം ചേർത്ത് വായിച്ചോട്ടെ, കർത്താവെ അവരെ മഹത്വത്തിൽ അവർ കാണത്തക്ക വണ്ണം കർത്താവെ ഒരുക്കിയെടുക്കണമേ, കർത്താവെ നിത്യത്തിൽ അവരുണ്ടാവണമെന്നൊരു വരി പ്രാർത്ഥിച്ചൂടെ? മനസ്സില്ലേ? എന്താ കാരണം എന്നറിയോ? മലയാളിക്ക് പ്രത്യേകിച്ചും അസൂയുണ്ട്. നമ്മളൊരു നന്മ അനുഭവിക്കുകയാണെങ്കിൽ ആ നന്മ മറ്റാരും അനുഭവിക്കരുത്. അങ്ങനെ പറയരുത് ദൈവമക്കളെ, നമുക്കങ്ങനെ പാടില്ല. ഇനി ആറാമത്തെ കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 16:33 ആദ്യം വായിച്ചതാ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത് ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. റോമാലേഖനം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഭൂമിയിലാണോ വിശ്വാസി ജീവിക്കുന്നത് എങ്കിൽ ഭൂമിയിലുള്ള സകല ഘട്ടങ്ങളിലൂടെയും പോകേണ്ടി വരും. കൊറോണ വൈറസ് റോട്ടിൽ കൂടെ പോണ നേരത്ത് നിന്റെ വീട് ഒഴിവാക്കിയിട്ട് പോകുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ചിലപ്പോൾ വന്ന് കയറിയെന്ന് വരും. പകർച്ചവ്യാധികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ വീടിന്റെ കട്ടളക്കാലിന്റെ മുകളില് രക്തത്തിന്റെ അടയാളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കയറാതിരിക്കുന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാനേ പറ്റുള്ളൂ. ലോകത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇന്ന് അങ്ങനത്തെ പ്രത്യേക മുദ്രയൊന്നും നിന്റെ വീടിന് മുകളിൽ വെച്ചിട്ടില്ല. വിശ്വാസത്തിൽ കാണുക ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ദോഷവും ഇല്ല. താനും നല്ലത് തന്നെ. എന്നാലും ഞാൻ പറയുക, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കയറാമെന്ന കർത്താവ് പറഞ്ഞിരിക്കുക. പ്രൊട്ടക്ട് ചെയ്തോളണമെന്ന് ഓരോ നിർബന്ധമില്ല. പ്രകൃതി ദുരന്തങ്ങൾ, കഷ്ടങ്ങൾ, വെള്ളപ്പൊക്കം വന്ന സമയത്ത് എന്നൊരു സ്നേഹിതൻ പറഞ്ഞു, ബേസ്മെന്റ് മുഴുവൻ നാശമായി പോയി. ബേസ്മെന്റ് നാശമായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്മെന്റിലായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഹോം തിയേറ്ററും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്ന സെറ്റിങ്സും മൊത്തം നശിച്ചുപോയി. അവിടെ പോയിരുന്നായിരുന്നു ആശ്വസിച്ചുകൊണ്ടിരുന്ന സ്ഥലം, അത് മൊത്തം പോയി. ഇത് നിന്റെ വീട്ടിലും കയറി വരും. അവർക്ക് മാത്രമല്ല, നിന്നെ ഒഴിവാക്കിയെന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിലൊക്കെ വന്നെന്ന് വരാം. ഇതാ കർത്താവ് പറഞ്ഞത്. പകർച്ചവ്യാധി വരാം, പ്രകൃതിക്ഷോഭം വരാം, അപകടങ്ങൾ വരാം, അനർത്ഥം വരാം. നമ്മുടെ വണ്ടി ഇടിക്കില്ല എന്നൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. സംഭവിക്കാം, വന്നിടിച്ചു എന്ന് വരാം. ഒന്നും കൂടെ പറയാം, ഭൂമിയിലായിരിക്കുമ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവാം, രോഗങ്ങളും ഒക്കെ വരാന്നേ. ഇതിനൊന്നും ഒഴിവാക്കി തന്നിട്ടില്ല. ഇതെല്ലാം അനുഭവിച്ച് വിശ്വാസത്തോടെ ജീവിക്കണം. ഇതെല്ലാം നീ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് പറയാം. അതെന്തിനാ ഇങ്ങനെ ഈ കട്ടമൊക്കെ നിനക്ക് തന്നേണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനുള്ള സമാധാനം എന്താണെന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ഈ കട്ടങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പോഴാണ്. ഇനി വ്യക്തമാക്കി വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്. കർത്താവ് പറഞ്ഞെന്താ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. സൗമ്യതയും താഴ്മയുള്ളവൻ എന്നോട് ചേർന്ന് പഠിപ്പിൻ. സൗമ്യതയും താഴ്മയുള്ളവൻ നമ്മുടെ കർത്താവ്, അവനോട് ചേർന്ന് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും.
അപ്പൊ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആശ്വാസവും സമാധാനവുമാണ് വലിയ നേട്ടം. ഇത് വലിയ അളവിൽ ലഭിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഘട്ടം നിന്റെ വീട്ടിൽ കൂടെ വരുമ്പോഴാണ്. ഈ രക്തം കൊണ്ട് മുദ്രയിട്ടിട്ട് ഇതങ്ങോട്ട് ഒഴിവായി പോയവർക്ക് ഇതൊന്നും കിട്ടില്ല. അവരുടെ വീട്ടിൽ വീണ്ടും സമാധാനം വരും, ആശ്വാസമില്ലാത്ത പ്രശ്നങ്ങൾ വരും. അത് നമ്മൾ തിരിച്ചറിയില്ല. അവരുടെ വീട്ടിൽ അത് ഒഴിവായി പോയി, ഒരു കുഴപ്പമുണ്ടായില്ല. നിങ്ങൾ ദൈവമക്കളായ കാരണം ഉരുളൊട്ടിയപ്പോൾ ഉരുണ്ടുരുണ്ട് പോയ കാലിൽ ഞങ്ങളുടെ വീട്ടിൽ സൈഡിൽ കൂടെ അങ്ങ് പോയി. ഒരു കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. നല്ല കാര്യം, ദൈവിക രക്ഷ ഞാൻ നിന്ദിക്കുന്നതല്ല കേട്ടോ. ഒരു കാര്യം പറയാ, മറ്റൊരു ഭക്തന്റെ വീടിന്റെ മുന്നിൽ കൂടെ ഈ കല്ല് ഉരുണ്ട് വന്ന് വീടിന്റെ ഒരു സൈഡ് മുഴുവൻ അങ്ങ് ഇടിച്ചു കൊണ്ടുപോയി. പൊളിഞ്ഞു പോയി, ഞാൻ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത്, പൊളിഞ്ഞു പോയ വീട്ടിലെ ഭക്തനെയും ദൈവം മാനിച്ചിരിക്കുക. അവൻ അടുത്ത നിമിഷം സമാധാനം അനുഭവിക്കാൻ പോവുക. ഒന്നും കൂടെ പറഞ്ഞ, ആ വീടിന് പകരം ചിലപ്പോൾ വരാൻ പോകുന്നത് മനോഹരമായ മറ്റൊരു വീട്. അവൻ ഇതുവരെ സമ്പാദിച്ച എല്ലാറ്റിനേക്കാളും വലിയ ഡെപ്പോസിറ്റ് ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതൊരു നേട്ടം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനിടയ്ക്ക് അവനൊരു വല്ലാത്ത സമാധാനം വന്നു കയറും. അത് വിശദീകരിക്കാൻ ആർക്കും പറ്റില്ല, അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ പറ്റുന്ന. ഞാൻ പറയേണ്ട ആശ്വാസമൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ കൃപയിൽ ലഭിക്കുന്ന, ദൈവത്തോട് ചേർന്ന് പഠിച്ചപ്പോൾ ലഭിക്കുന്ന ആശ്വാസം, ആത്മാവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ആശ്വാസം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ മാർഗം വിട്ടു പോവില്ല. വേറെ എവിടെ എന്ത് അത്ഭുതം നടന്നു എന്ന് പറഞ്ഞാലും ഒരു മലയിലേക്ക് ഓടി കയറില്ല, ഒരു വെളിച്ചം കണ്ടിടത്തേക്കും പോവില്ല. കണ്ണുനീര് ഒഴുകി വരുന്ന പ്രതിമ കണ്ടാലും, എണ്ണ ഒഴുകി വരുന്ന പ്രതിമ കണ്ടാലും, രക്തം വരുന്ന പ്രതിമ കണ്ടാലും ഒന്നും അവന് ഫീൽ ചെയ്യില്ല. അവിടെ പോയിട്ട് ഒന്നും നേടാനില്ല എന്ന് അവനറിയാം. നേടേണ്ടതെല്ലാം ആത്മാവിന്റെ ഉള്ളിൽ ഇറങ്ങി വരുന്നൊരു ആശ്വാസ. അത് കിട്ടിയവൻ ഇതൊന്നും പറഞ്ഞിടത്തേക്ക് ഒന്നും ഓടില്ല. അപ്പം ഇരുന്ന് മാംസമായെന്ന് പറയുന്ന അത്ഭുതം കാണാൻ വേണ്ടി കൊതിച്ചോണ്ട് വായിലൊരു കഷ്ണം മാംസം വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എന്താ വഴിയാണെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറയുന്നൊരു കാര്യം, അതിനേക്കാളൊക്കെ വലുതെന്താണെന്ന് വെച്ചാൽ, അപ്പം മാംസകഷ്ണമായിട്ട് വായിലിരിക്കുന്നതിനേക്കാളൊക്കെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആശ്വാസത്തെക്കാൾ വലിയ അറിയുന്നത് ഒന്നുമില്ലേ. അത് പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ ലോകത്തിലേക്ക് അട്ടങ്ങളുടെ ഇടയിൽ കൂടെ ജീവിച്ചാലേ പറ്റുള്ളൂ. അതിന്റെ കൂടെയാണ് ഇത് സപ്ലൈ ചെയ്യണത്. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് കട്ടം അനുഭവിക്കുന്ന സമയത്ത് ഈ മഹത്തായ കാര്യം മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. 7ാമത്തെ കാര്യത്തിലേക്ക് വരാൻ പോവുക. കൊലോസ്യ ലേഖനം 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഈ വാക്യം അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്യ. എന്ത് കഷ്ടം സഹിക്കണമെന്ന് പറയും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അത് പൂരിപ്പിക്കണം. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ വലിയ പ്രയാസമൊക്കെ വന്നിട്ടുണ്ട്. ഒരു ശരിയല്ലായി ഒരു പന്തികേടൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. ക്രിസ്തു കഷ്ടം മുഴുവൻ അനുഭവിച്ചില്ലേ, കുറച്ച് ബാക്കി ഇട്ടോ പൂരിപ്പിക്കാൻ വേണ്ടി ഡോട്ട്. അത് പൂരിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ പോയിട്ട് ഏറ്റെടുക്കുന്നത്. ക്രിസ്തുവിന്റെ സഹിച്ച കട്ടം എത്ര വലുതാ. നീ എന്റെ ബാക്കി എന്താ ബന്ധിക്കിട്ടെന്ന് വെച്ചാൽ അതിലും കട്ടിയുള്ളതായിരിക്കില്ലേ. അതിന് നമ്മൾ ഏറ്റെടുക്കുക. ഏറ്റവും ചെറുതല്ലേ എടുക്കുക. ചെറിയ ചെറിയ കഷ്ടങ്ങളൊക്കെ യേശു ഏറ്റെടുത്ത് കുറച്ച് ബാക്കിയുള്ളത് അവിടെ വെച്ചിരിക്കുക. അത് പൗലോസ് നീ എടുത്തോന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. ഇല്ല, ഒരിക്കലും ഇല്ല. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഒന്നും കുറവല്ല. ക്രിസ്തുവിന്റെ കഷ്ടം പൂർണ്ണമാണ്. പിന്നെ എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ലോകപാപത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ യാഗം പരിപൂർണമാണ്. ഇനി ഒന്നും എന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനില്ല. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ അറക്കപ്പെട്ടു. യാഗം പരിപൂർണമാണ്. പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ക്രിസ്തു ചെയ്യുന്ന ഒരു പണിയുണ്ട്. ക്രിസ്തു സഭയെ പടർന്നുകൊണ്ടിരിക്കുക. ഈ പണിക്ക് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കഷ്ടം സഹിക്കേണ്ടി വരുന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ക്രിസ്തു സഭയെ പടർന്നുകൊണ്ടിരിക്കുക. മത്തായിയുടെ സുവിശേഷം 16:18 പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ എന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുക. പാപപരിഹാരത്തിന് വേണ്ടുന്ന യാഗം പൂരിപ്പിച്ചു, അതിലൊന്നും ഞാനില്ല. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സഭയെ പണിതുകൊണ്ടിരിക്കുക. അതിലൊരു സഹായം, അതിൽ ചില പ്രയത്നങ്ങൾ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ ഈ സഭ പണിയാൻ വേണ്ടിയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടങ്ങളാണ്, അത് ഞാൻ സഹിക്കുന്നതെന്ന് പറഞ്ഞു. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ മറ്റൊരു വിശദീകരണോട് കിടക്കുന്നുണ്ട്. 2:19 തൊട്ട് നമ്മൾ വാക്യം ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നു. 22 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ പൗരന്മാരും ദൈവത്തിന്റെ പൗരക്കാരും അത്രേ.
നമ്മളിപ്പോൾ പൗരക്കാരും സഹപൗരന്മാരും ഒക്കെ ആയിട്ട് ഇവിടെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ചേർന്ന് കഴിഞ്ഞു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പണിതുകൊണ്ടിരിക്കുക. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന്, കെട്ടിടപ്പണി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു, യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് കഴിഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്, പണിത് വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ പണിയുടെ കാര്യം പറയുന്നു. ഈ പണിക്ക് വേണ്ടി ചിലപ്പോൾ കുറച്ച് കട്ടമൊക്കെ ഈ വകയിൽ ദൈവനാമത്തിന് വേണ്ടി ദൈവസഭയുടെ പണിയുടെ നിമിത്തം ചിലപ്പോൾ വരും. ഏത് കർത്തൃദാസന്മാരോട് ചോദിച്ചാലും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച കർത്തൃദാസന്മാരൊക്കെ ദൈവസഭ പണിയാൻ, ഭൗതികമായി പണിയാൻ കല്ലൊക്കെ എടുത്ത് ചോന്നവരും സിമന്തിയാക്കി നോക്കിയവരൊക്കെയാണ്. ധാരാളം അനുഭവം എനിക്ക് പറയാറുണ്ട്. ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല, അറിയാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് മാനസിക സംഘർഷങ്ങൾ എത്ര ഏറ്റെടുക്കണമെന്നുണ്ട് സഭയെ നിലനിർത്താൻ വേണ്ടി. പൊളിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ത്യാഗം സഹിച്ച് ഇട്ടിവിൽ നിന്ന് അധ്വാനിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയും വന്ന കയറി ഇറങ്ങി സംസാരിച്ച് ബോധവൽക്കരണം നടത്തേണ്ടുന്ന സിറ്റുവേഷനൊക്കെ വരും. അതുപോലെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇറക്കി വിടുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ദൈവസഭയുടെ ഒരു പണിയുടെ ഘട്ടത്തിൽ സ്ഥലം മേടിച്ച് തുടങ്ങിയ സമയത്ത് വലിയ പ്രതികൂലങ്ങളുണ്ടായി. RSSകാരൊക്കെ വന്ന് പ്രതികൂലങ്ങളുണ്ടാക്കി. വല്ലാത്ത പ്രതികൂലം വന്നു. കേസ് കൊടുത്തു. എനിക്ക് എൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പക്ഷെ പോലീസുകാരൻ SI വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. എന്നോട് അറിഞ്ഞവരൊക്കെ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും മാർഗം നോക്കിക്കോ, വിളിച്ചു വന്നു കഴിഞ്ഞാൽ വന്നയാളെ 2 ഇട്ട് കൊടുക്കാതെ അയാൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ഇടി കിട്ടാൻ തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചതാട്ടോ. അതിൻ്റെ അയാളുടെ ഭീകരതയും രൂപങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഭയത്തിനെ അയാളെ പരാതി മേടിച്ച് അത് മുനിസിപ്പാലിറ്റിക്ക് കൈമാറി. മുനിസിപ്പാലിറ്റി ആക്ഷൻ എടുത്തോളാൻ പറഞ്ഞു. അതൊരു മാറ്റമായി കിട്ടി. അതിൻ്റെ പേരിൽ അവരെ ഒരു കമ്മീഷനെ വെക്കുകയും ചോദ്യം ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടീഷനൊക്കെ വന്നു. ഈ സമയത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി എനിക്ക് ശത്രുവായിരുന്ന സകല വീട്ടിലും 38 വീട്ടുകാരാണ് ഒപ്പിട്ട് കൊടുത്ത പരാതി. അവരുടെ അത്രയും വീട്ടില് ഈ പ്രതിസന്ധി എനിക്കറിയാം, എന്ത് സംഭവിക്കുന്ന അറിയാമോ. എങ്കിലും ഞാനും എൻ്റെ മിസ്സസും കൂടെ ആ വീടുകളിലൊക്കെ പോയി അവരെ കാര്യങ്ങൾ തെരിപ്പെടുത്തി അവരെ ആ പരാതിയിൽ നിന്ന് പിന്മാറ്റിയെടുക്കാനായിട്ട് പ്രയത്നം ചെയ്യേണ്ടി വന്നു. അതാ പറഞ്ഞത്, ചിലതൊക്കെ അധ്വാനിക്കേണ്ടി വരും, ചിലത് പൂർണ്ണമാക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഭയുടെ പണിക്ക് വേണ്ടി പല വിധത്തിലുള്ള ഘട്ടങ്ങൾ ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരും. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ചില കാര്യങ്ങളൂടെ ഞാൻ പെട്ടെന്ന് ഓർമ്മപ്പെടുത്താം. അതിനുശേഷം വേണം ഇതിന്റെ ഫൈനൽ ഭാഗത്തിലേക്ക് പറയാനായിട്ട് പോകുന്നു. 8ാമത്തെ കാര്യം സങ്കീർത്തനം 9:13 പറയുന്നു, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഇപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് മറ്റൊരു ഘട്ടമുണ്ട്. പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. അത് വിശദീകരണം പറയാതെ പെട്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉദാഹരണം പറയുമ്പോഴേ പെട്ടെന്ന് കിട്ടും. ദാനിയേൽ പകച്ചു. എന്താ കാരണം? അവൻ ഉന്നതനായി മാറി. 127 സംസ്ഥാനങ്ങളുടെ മേലധ്യക്ഷന്മാരിൽ പ്രധാനിയായി മാറി. അപ്പൊ ദേശാധിപതികളും മറ്റുള്ളവരൊക്കെ കൂടെ അവനെ പകയ്ക്കാൻ നോക്കി. കാരണം കണ്ടുപിടിച്ചു. എന്താ പകയ്ക്കുന്നവരാൽ തരുന്ന കഷ്ടം? എന്താ അതിന്റെ പേരാണ് ഞാൻ പറയുന്നത്. പകയ്ക്കുന്നവരാൽ തരുന്ന കഷ്ടത്തിന്റെ പേരാണ് സിംഹക്കുഴി. സിംഹക്കുഴി നിന്നെ എല്ലും തോലുമാക്കാൻ വേർതിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില അനുഭവങ്ങൾ, കുഴിയിൽ കൊണ്ടിടുന്ന അനുഭവങ്ങൾ. അത് പ്രവാചകന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. യെരമ്യാ പ്രവാചകനൊക്കെ കുഴിയിൽ കൊണ്ടിട്ട കഥയൊക്കെ നമുക്കറിയുന്ന കാര്യം. ഇതാണ് പകയ്ക്കുന്നവരാൽ ഉണ്ടാകുന്ന കഷ്ടം. വിശദീകരിക്കുന്നില്ല, സമയം മുന്നോട്ട് പോവുകയാണല്ലോ. ഞാൻ വേഗത്തിൽ പറയാം. 9ാമത്തെ കാര്യം സങ്കീർത്തനം 27:13. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്തെല്ലാം ഘട്ടം നേരിടണമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ 8 പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. 9ാമത്തെ പറയാം 27:13, സങ്കീർത്തനം 27:13. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നമുക്ക് ചെറിയൊരു പ്രശ്നം വരുന്നു ദൈവമക്കൾക്ക്. ഈ കഷ്ടമൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് നന്മയൊന്നും കിട്ടാൻ പോണില്ലേ എന്ന് നമ്മളങ്ങ് ചിന്തിച്ചാൽ അതിന്റെ പേരിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നമ്മൾ നന്മ കാണുമെന്നും കൂടെ പ്രതീക്ഷിക്കണം. ഇതാണ് എൻ്റെ ഒരു വാക്യം. അപ്പൊ നന്മ കാണും. ഒന്നുകൂടെ വ്യക്തമാക്കാൻ ഉദാഹരണം ഞാൻ പറയാം വിശദീകരണത്തിന് പകരം. ഇയ്യോബ് ഭക്തനായി ജീവിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഇയ്യോബിന് ഒരു പ്രത്യാശ വന്നു. എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാൽ ദേഹസഹിതനായി അന്യനല്ല സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയനെ കാണും.
എനിക്ക് നന്മ കിട്ടും. ഈ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചോ എല്ലാം ഇരട്ടിയായി കിട്ടുന്നു. ആ അനുഭവത്തിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കട്ട അനുഭവിക്കുക, എന്നാൽ ഇരട്ടിയായിട്ട് എല്ലാം കിട്ടും. ഞാൻ വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് പോവുക. 10ാമത്തെ വാക്യം, 10ാമത്തെ കാര്യം പറയാം. അതുകൂടെ പറഞ്ഞ് ഞാൻ സെക്ഷനാണ് നിർത്താം. 10 വിധത്തിലുള്ള ഘട്ടം. യിരെമ്യാവ് 10:19 10:19. എൻ്റെ പരുക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം. ദൈവമക്കളെ, പരിക്കുണ്ടാവുന്ന പറഞ്ഞു, ഉണ്ടാവുമോ? പൗലോസിനോട് ചോദിക്കണം. എനിക്കിടയ്ക്ക് പൗലോസിന്റെ ശരീരം ഓർമ്മ വരുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. കല്ല് എറിഞ്ഞിട്ട് മുഴച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ ശരീരത്തിൽ. കല്ല് കിട്ടിയപ്പോ സോഫ്റ്റ് പഞ്ഞി വന്ന് മുട്ടിയതൊന്നും അല്ലല്ലോ. അടിച്ച് പൊട്ടിച്ചിട്ട് പുറമൊക്കെ എങ്ങനെ ഇരിക്കണ്ടെന്ന് ഞാൻ ആലോചിക്കുക. തിണർത്ത് കിടക്കുന്നതും മുറിവുണങ്ങാത്തതും ഇങ്ങനെ ചാക്ക് തുന്നിയ പോലെ ഇരിക്കുന്ന, സ്റ്റിച്ചിടാത്ത കാരണം ഒട്ടിച്ചേർന്ന ഭാഗങ്ങളും, ഒന്ന് ചാരിയിരിക്കുമ്പോൾ വലിഞ്ഞ് തൊക്ക് വലിയുന്ന വേദനയും, ഇതൊക്കെ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടായിരുന്നു ആ ശരീരം. ഇതൊന്നും കിട്ടിയിട്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലേ? ദൈവമക്കളെ, കൃപയിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ പരിക്കൊക്കെ പറ്റും. അതിന്റെ വേദന ചിലപ്പോൾ മാറാതിരിക്കുമ്പോൾ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിൽ പറ്റിയ പരിക്കിന്റെ വേദന ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് പൗലോസിനെ ഓർമ്മപ്പെടുത്തിയത്. പക്ഷെ ആ വാഹനാപകടം വെറൊരു അപകടമായിരുന്നു. എന്തിനായിരുന്നു? എന്നെ സുവിശേഷ വേലയ്ക്ക് ഇറക്കാൻ വേണ്ടി ദൈവം ചെയ്തൊരു പദ്ധതിയായിരുന്നു. അത് ഞാൻ ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ചൂടടയാളം എന്ന് പറഞ്ഞ പോലെ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:8 പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ട സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടമൊക്കെ അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത ഏതാണ്ട് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ നിർത്താം. അപ്പോൾ എന്തിനാ കഷ്ട സഹിക്കുന്നത് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു. ദൈവം പ്രസാദിക്കാനും ഭാഗ്യപദവിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതോടൊന്നും തീർന്നില്ല. ഇനി കുറച്ച് പ്രത്യാശയുടെ മറ്റു കാര്യങ്ങളും കൂടെ പറയാം. ഇതൊക്കെ എന്തിനാ ഈ റൂട്ട് വെച്ചാണ് കർത്താവ്? ഇങ്ങനെ തന്നെ വേണം, വേറെ എന്തെങ്കിലും വഴി പോരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടികൾ ചിലത് പറയാൻ പോവാം കേട്ടോ. 2 കൊരിന്ത്യർ 1:6 വാക്യം. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസനും രക്ഷയ്ക്കുമാകും. എല്ലാവരും കൃപയെ വരണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടം സഹിക്കണം. കഷ്ടത്തിൽ പതറാതെ നമ്മൾ നിലനിൽക്കണ കാണുമ്പോൾ നമ്മളെ ആശ്വസിച്ച ആശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്രതിസന്ധിയോട് കടന്നു പോയാലാണ് പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ അതിനെ ജയിച്ചില്ല, ഞാൻ എത്ര സന്തോഷത്തോടെ നടക്കണേ, നിനക്ക് അങ്ങനെ ആവാം, നീ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറയും. അവർക്കൊരു ആശ്വാസം കിട്ടും. ഒരു കുളിര് കോരിയിടുന്ന പോലെ അപ്പൊ തന്നെ അവരിലേക്കൊരു സന്തോഷവും ചൈതന്യം വന്ന് കയറും. അവിടെ പറയുന്നതാണ്, നിങ്ങളുടെ ആശ്വാസം ഞങ്ങൾ കട്ടനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടാനാണ്. രക്ഷയ്ക്ക് അവർ കൃപയെ വരണമെങ്കിൽ നീ കട്ടം കൂടി പോകാതെ നീന ധനവാനായി പോയതിന്റെ പേരിലാണെങ്കിൽ ആരും കൃപ വരില്ല. മറ്റുള്ളവർക്ക് ആശ്വാസനമാകും. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കട്ടങ്ങൾ തന്നെ ഞങ്ങൾക്കും ആശ്വാസം കിട്ടുമെന്ന് പറയുന്നത്. ഞങ്ങൾ കട്ടം സഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. ആ ആശ്വാസം കിട്ടിയെങ്കിലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആശ്വാസം കിട്ടിയാലാണ് അവർ രക്ഷയിലേക്ക് വരുള്ളൂ. മനസ്സിലായി പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് എന്ത് തരും? ആശ്വാസം തരും. നമുക്ക് ആശ്വാസം തരുന്നത് സ്പ്ലെൻഡി ആയിട്ട് തരികയാണ്, വളരെ അധികം തരികയാണ്, എ ലോട്ട് ഓഫ് അങ്ങ് കുന്നുകൂട്ടി തരികയാണ്. ഇത്രയൊന്നും ആശ്വാസം പ്രതീക്ഷിച്ചിട്ടില്ല. അതിന്ന് പകുത്തു കൊടുക്കാൻ തുടങ്ങുക നമ്മൾ. ഇത്രയും ആശ്വാസം കിട്ടിയെന്ന് എനിക്ക് ആ സമയത്ത് കിട്ടിയൊരു വാക്യമുണ്ടല്ലോ, ഞാനത് തുള്ളിച്ചാടി എഴുന്നേറ്റോടി. ഇത് നമുക്ക് കിട്ടിയ പ്രയോജന, ഇത് നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ അവർക്ക് ആശ്വാസം കിട്ടും. അപ്പൊ അവർക്ക് വചനം കേൾക്കണം എന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കാൻ തുടങ്ങും. അവർ രക്ഷയിലേക്കും വരും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അവിടെ പറയാണ്, നിങ്ങളും സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസനായി ഫലിക്കുന്നു എന്നാ പറയുന്നത്. ഇത് ഫലിക്കുന്ന പറഞ്ഞു. ഒന്നാലോചിക്കേ. അപ്പോൾ കർത്താവിന്റെ ഈ പദ്ധതി വെറും നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയൊന്നുമല്ല. ഇതിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അനേരെ കൃപയെ കൊണ്ടുവരാൻ വേണ്ടി. ഇനി 2ാമത്തെ കാര്യം പറയാം, ഇനി വിശദീകരിക്കാൻ സമയമില്ല, നിങ്ങൾ തന്നെ ധ്യാനിക്കും. 2ാമത്തെ കാര്യം റോമാലേഖനം 8:18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ തീർന്നു എന്നല്ല പറയുന്നത്. അത് സാരമൊന്നുമില്ല, ഇതൊന്നാണ് അത്ര വലിയ കാര്യം. കാരണം എന്താ അറിയോ? പാപം ചെയ്ത ദൈവദേശത്ത് നഷ്ടപ്പെടും. നമുക്ക് തേജസ് വല്ലതും ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും വന്നു ചേരുന്ന പാപങ്ങൾ,
സംസാരത്തിൽ, ചിന്തയിൽ, നോട്ടത്തിൽ, പെരുമാറ്റത്തിൽ എന്ന് വേണ്ട പല വിധത്തിലും അല്പസല്പമായിട്ട് വന്നു കയറിയാലും ചെറിയ പാപം വലിയ പാപം എന്നൊന്നുമില്ല. പാപം പാപം തന്നെയാണ്. പാപം പാപം തന്നെയാണ്. അപ്പോ തേജസ് മുഴുവൻ പോയി പാപം ചെയ്തിട്ട്. നിന്നെ പിന്നെ എങ്ങനെയാണ് തേജസ്സിലേക്ക് അനേക പുത്രന്മാരുടെ കൂടെ നിന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? അപ്പൊ നിന്നെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കട്ട തരും. നീ കട്ട സഹിച്ചെന്നുള്ള പേരിൽ നിനക്ക് കുറച്ച് തേജസ് വേറെ തരിക. ഇതാണ് ദൈവം ചെയ്യുന്ന പദ്ധതി. ദൈവമക്കളെ, അതുകൊണ്ട് സാരമില്ലാന്നുണ്ടെന്ന്. ഇതൊന്നും സാരമില്ല, കട്ട സഹിച്ചാലും വേണ്ടില്ല, എനിക്ക് കിട്ടാൻ വേണം തേജസ് ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോ ഞാൻ നിന്നയ്ക്കും അപമാനത്തിനുമായി പോവും. എനിക്കതുകൊണ്ട് മാറ്റം വേണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സാരമില്ലാന്ന് എണ്ണാൻ പറ്റിയത്. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത് 1 പത്രോസ് 4:19 വാക്യം, 3-ാമത്തെ കാര്യം. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കട്ട സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ വരമേൽപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ ആ പദം ഒന്നുകൂടെ എടുത്തു പറയട്ടെ. ദൈവ ഇഷ്ടപ്രകാരം കട്ടം, അത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ പറഞ്ഞ കൂടുതൽ. ഒന്ന് ഞാൻ പറഞ്ഞു, അയ്യോ കട്ടമുണ്ട്, ദൈവ ഇഷ്ടപ്രകാരമുള്ള കട്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് മറന്നു പോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. അയ്യോ ഘട്ടം ഏറ്റെടുത്തു വന്നത് നമുക്കറിയാം, നമ്മൾ തന്നെ വരുത്തി വെച്ച ഘട്ടം, അതിന് പ്രതിഫലമൊന്നുമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ 10 കാര്യങ്ങൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ദൈവiഷ്ടപ്രകാരമുള്ള ആ വിധത്തിലൂടെ മുന്നോട്ട് പോയിട്ട് ലഭിച്ച ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ സഹിച്ചാൽ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു, എൻ്റെ പ്രാണനെ ദൈവത്തിൻ്റെ ഇല്ലങ്ങളിൽ ഏൽപ്പിക്കുക. എൻ്റെ വലിയ സ്വപ്നമാണ്. മരണ വിവരം അറിഞ്ഞിട്ട്, കർത്താവേ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, എൻ്റെ പ്രാണനെ തൃക്കയിൽ വരവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിക്കുക. എനിക്കങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആക്സിഡന്റിൽ പെട്ട് റോട്ടിൽ കിടക്കുന്ന സമയത്ത് ലോറി വന്ന് കയറി അരഞ്ഞ് തീരാൻ പോണ നേരത്ത് ഒരു കൈയെ പൊക്കാൻ പറ്റിയുള്ളൂ, മറ്റേ കൈ പൊക്കാൻ പറ്റിയില്ല. ആ ഒരു കൈ പൊക്കി പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കണേ, എന്നെ ശിക്ഷിക്കരുത്, നിത്യരാജ്യത്തിൽ എനിക്ക് ഓഹരി തരണേ, എന്നെ സ്വീകരിക്കണേ, എൻ്റെ പ്രാണനെ അങ്ങ് സ്വീകരിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആ ലോറി വന്ന് തൊട്ട് മുമ്പിൽ വന്ന് ഇതൊക്കെ പറഞ്ഞ് എയറൊക്കെ എടുത്ത് ഒരു വിധത്തിൽ നിർത്തി അവർ സൈഡ് എടുത്ത് പോയതൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. വലിയ ആഗ്രഹ ആ മരണസമയത്തൊന്ന് പറഞ്ഞ് ഇതൊക്കെ വരവേൽപ്പിച്ചിട്ട്, കർത്താവ് ക്രൂശിലെ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ വരവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു പോയ ആ വലിയ മാർഗം, അതിലും വലിയ മരണമൊന്നും ഇല്ല കേട്ടോ, അതിലും വലിയ ശ്രേഷ്ഠമായ മരണപതിയൊന്നുമില്ല. അതിന് സാധിക്കുന്ന പറഞ്ഞു, ദൈവiഷ്ടപ്രകാരം കട്ട തയ്ക്കുന്നവർക്ക് മരണത്തിന് തൊട്ടു മുമ്പ് അവസരം ലഭിക്കും. പ്രത്യാശയുടെ അനുഭവങ്ങൾ പോവാറായി എന്ന് പറഞ്ഞ് ബോധ്യം വരുത്തും. ആ ബോധ്യത്തിനോടുകൂടെ പ്രത്യാശയോടുകൂടെ വാചകം പറഞ്ഞു പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കേ. ഇത് ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന് വേണ്ടിയിട്ടാണ് കട്ടം തരുന്നത്. 1 പത്രോസ് 5:10, എന്നാൽ അല്പകാലത്തേക്ക് കട്ട സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യജനസിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഈ കട്ട അനുഭവിക്കുന്നതിന് വേണ്ടി പറയൂ, നിത്യജനസിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. വേറെ മാർഗമില്ല കൊണ്ടുവരിക. കാരണം നമ്മൾ ഈ പാപലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാത്തിലും പറയുന്ന പോലെ നമ്മെ പാപത്തിൽ അടച്ചിരിക്കുക. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, രക്ഷകനില്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ പാപത്തിൽ അടച്ചിരിക്കുക. ഞാൻ ഒരു പാപവും ചെയ്യില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ പോലെ വലിയ കള്ളൻ ഭൂമിയിൽ ഉണ്ടാവില്ല. അതാ തിരുവെഴുത്ത് പറയുന്നത്. പറ്റില്ല. വിശുദ്ധിയുടെ ഒരു പരിധി വരെ നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ നമ്മളൊക്കെ പാപത്തിൽ അടച്ചിരിക്കുക. നമുക്കൊന്നും നീതിമാനാകാൻ പറ്റില്ല. പാപത്തിന്റെ 4 തലങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയും എത്ര വലിയ പ്രതിസന്ധിയിൽ നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോധ്യം തിരിച്ചറിയണം, എനിക്ക് രക്ഷകൻ വേണം, എനിക്ക് രക്ഷകൻ വേണം. ആ തിരിച്ചറിവ് അല്ലാതെ മാർഗമൊന്നുമില്ല കർത്താവിന് നമ്മളെ രക്ഷിക്കുക. ഇപ്പൊ കുറച്ച് കട്ടമൊക്കെ തന്നിട്ട് അതിന്റെ പേരിൽ പറയുക, ഈ കട്ട സഹിച്ചതിന്റെ പേരിൽ ഞാനങ്ങ് രക്ഷിച്ചോളാം, നിത്യജനസിലേക്ക് നിത്യജനസിനായി വിളിച്ചിരിക്കുക. ഞാനൊരു വിളി വിളിക്കും, വിളിക്കും നേരം കാണും. എന്ത് വകയില്ല, നീ അത്ര വലിയ വിശുദ്ധനായിരുന്നു, ഞാൻ അത്ര വലിയ വിശുദ്ധനൊന്നുമല്ലായിരുന്നു. എന്നാൽ ദൈവ ഇഷ്ടപ്രകാരം ചില കട്ടമൊക്കെ സഹിച്ച് എന്നെ ദൈവം ആ ബന്ധാവിലൂടെ കൊണ്ടുപോയല്ലേ ഞാൻ സന്തോഷിക്കുകയാണ്. മറ്റു പലരും സൗഭാഗ്യങ്ങളിൽ നിന്ന് ആനന്ദ തിമിർപ്പോടെ ക്രിസ്ത്യാനിയായത് എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞ് അർമാദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ കുറിച്ച് ഒന്നും പറയാനില്ല. നല്ല കാര്യം തന്നെ, അനുഭവിച്ചു, തനവനെ പോലെ ആകരുതെന്ന് മാത്രം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എനിക്ക് ഈ കട്ടങ്ങൾ മാറുന്നില്ലെങ്കിൽ മരണം വരെ കട്ടം. എൻ്റെ ജീവിതകാലത്ത് ഇതൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല, ഇതെന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കും, ഇത് വേദനകളൊന്നും മാറാതെ ജീവിതകാലം മുഴുവൻ കൊണ്ടുകൊടുക്കാം. പക്ഷെ ഒരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? എന്നെ വിളിക്കും, നിത്യജീവിതത്തിലേക്ക് വിളിക്കും.
ഞാൻ പിറുവിറുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. കഷ്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പിറുവിറുക്കരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്രശംസിക്കണം. പ്രശംസിച്ചാൽ അത് ഞാൻ വായിക്കാം. അടുത്തൊന്നുകൂടെ വായിച്ചിട്ട് ഞാൻ വായിക്കാം. ലൂക്കോസ് 24:26. ദൈവമഹത്വത്തിലേക്ക് ദൈവം നമ്മൾ വിളിക്കുന്നതാണ്. ക്രിസ്തു ഇങ്ങനെ കട്ടം അനുഭവിച്ചിട്ട് എന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ക്രിസ്തു കട്ട അനുഭവിച്ച് മഹത്വത്തിലേക്ക് കിടന്നു. നമ്മൾ മഹത്വത്തിലേക്ക് കിടക്കുന്നതിനെ കട്ട അനുഭവിച്ചിട്ട് മഹത്വത്തിലേക്ക് കിടക്കുക. ഇതാണ് ദൈവച്ചേട്ടൻ മറ്റൊരു വഴി. മറ്റു മാർഗമില്ല. നമ്മെ അങ്ങോട്ട് മഹത്വത്തിലേക്ക് കിടത്താൻ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ വിശുദ്ധ ജീവിതം കൊണ്ടോ ഒന്നും കടക്കില്ല മക്കളെ. കടക്കാൻ ഒരു വഴിയില്ല. നമുക്ക് രക്ഷകൻ വേണം. രക്ഷകൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തന്നേക്കുന്നത്. അല്ലാതെ വെറുതെ നീ കുറച്ച് സഹിക്കണോ കിടന്നിട്ടെന്ന് പറഞ്ഞിട്ട് പ്രാഗി ശപിച്ച് ഏൽപ്പിച്ചതൊന്നുമല്ല. ദൈവമക്കളെ, ഇത് ദൈവം അറിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം, നിന്നെ നിത്യദേശം കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് തിരിച്ചറിഞ്ഞ് അത് സാരമില്ലാന്ന് എണ്ണീട്ട് സന്തോഷിക്കും. റോമാലേഖനം 5:3 വായിക്കുന്നു. അത് തന്നെയല്ല കട്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് നാം കട്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ കട്ടങ്ങൾ വരുന്ന സമയത്ത് ഒരു കാരണവശാലും പുറകരുത്, കർത്താവിനെ നിന്ദിക്കരുത്, കർത്താവിനെ പഴിക്കരുത്. യോബിനെ പോലെ തള്ളി പറയാത്ത വിശ്വാസത്തോടെ ഒന്ന് പ്രശംസിച്ചാൽ മതി, നമ്മൾ മഹത്വത്തിലേക്ക് എടുക്കപ്പെടും. നമുക്കുള്ള വലിയ പ്രത്യാശ എടുക്കും. ഒരു വാക്യോടെ വായിച്ച് ഞാനിവിടെ നിർത്തിയാണ്. 7-ാമത്തത് 2 കൊരിന്ത്യർ 8:2 വാക്യം. കട്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പൊ ഈ കട്ടത്തിന്റെ ഒരു കാര്യം പറയാം. കട്ടം വന്നാൽ അതിൻ്റെ ഒപ്പം ഒരു സംഗതി ഫ്രീ ആയിട്ട് കിട്ടും, സന്തോഷത്തിന്റെ സമൃദ്ധി. അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, നീ ദൈവഷ്ടപ്രകാരമുള്ള കട്ട അനുഭവിക്കുന്നത്. കട്ട അനുഭവിക്കുമ്പോൾ നിനക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതിന്റെ പേരിൽ ഞാനിങ്ങനെ ദുഃഖിച്ചു വാടി, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്, നിനക്കൊരു സന്തോഷം ഇല്ലടേ എന്ന് ചോദിക്കാൻ ഇടവരുത്താതെ നീ പ്രത്യാശയോടെ മുഖം പുഞ്ചിരിയോടെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നീ റൂട്ട് കറക്റ്റാണ്, ദൈവഷ്ടപ്രകാരമുള്ള കട്ടാണ് സഹിക്കുന്നത്. ഞാൻ അവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ കട്ടതയുടെ ഒരു കഠിന ശോധന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, റൂട്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, മഹാദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സാധനം തരും. ഈ അടി ഇട്ടിയും കിട്ടിയതൊന്നല്ല. നീ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകില്ല, ബില്ലടക്കാൻ പറ്റാണ്ട് വരിക. ചിലർക്കൊന്നും അനുഭവം ഉണ്ടാവില്ല, എനിക്കൊക്കെ നല്ല അനുഭവം ഉണ്ട്. ബാങ്കിൽ നിന്ന് ലെറ്റർ വന്നു. എന്താ ലെറ്റർ വരുന്നത്? നിന്റെ മിനിമം ബാലൻസ് $100 ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സർവീസ് ചാർജ് കട്ട് ചെയ്യും. സർവീസ് ചാർജ് കട്ട് ചെയ്തു, $100 ഇല്ല, നിന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളൊന്നും അടയ്ക്കാൻ പറ്റില്ല, അപ്പൊ ഫൈൻ വരും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. എന്താ ഇങ്ങനെ പോണെന്ന് ആലോചിക്കുമ്പോൾ, ഇതിനൊന്നും ഒരു പരിഹാരമില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് പറയാ, എന്നിട്ട് നിന്റെ കാര്യമെല്ലാം മുടങ്ങിയെന്ന് ചോദിക്കും. അതിന്റെ പേരിൽ നീ ഒന്നും ചെയ്യാതിരുന്നോ? അപ്പോഴാണ് നമുക്ക് കട്ടതയും ഈ പ്രയാസവും ബുദ്ധിമുട്ടും ബില്ലും നടക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് അവിടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിക്കുന്നത്. ഒരു 100 ആപ്ലിക്കേഷൻ വരും. അതിൽ പലർക്കും എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വ്യഗ്രതയോടെ ഔദാര്യം കാണിക്കാനുള്ള ഒരു മനസ്സ് കിട്ടും. അത് നന്മയ്ക്കായി തീരില്ലേ? പ്രതികൂലമായി മാറില്ലേ? ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. നീ വായിക്കാൻ എനിക്ക് സമയമില്ല, ഞാനിവിടെ നിർത്തിയാണ്. ധാരാളം മതി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ദൈവീയ സന്ദേശം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വിചാരിക്കുകയാണ്. ശാന്തമായി ഞാൻ പറഞ്ഞ സന്ദേശം മനസ്സിലാകുന്നു പ്രതീക്ഷിക്കുന്നു. നിത്യയുടെ തീരത്ത് നിത്യജാസനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാണാം. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്കെണ്ണാം. ദൈവം ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമീൻ. നേത്രങ്ങൾ